അയൽവാസിയുടെ അനധികൃത മണ്ണെടുപ്പിനെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. 16-ാം ഖണ്ഡം ടൗണിനോട് ചേർന്ന് താമസിക്കുന്ന വരിക്കപ്ലാക്കൽ ജെസ്സിയുടെ വീടിന്റെ പിൻഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. അതിർത്തിയിൽ നിന്നും വേണ്ടത്ര അകലം പാലിക്കാതെ അയൽവാസി മണ്ണിടിച്ചു മാറ്റിയതിനെ തുടർന്നാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് വീട് അപകടാവസ്ഥയിലായിരിക്കുന്നതെന്ന് ഇവർ പറയുന്നു. അതിർത്തിയിൽ നിന്നും വേണ്ടത്ര അകലം പാലിക്കാതെ അയൽവാസി മണ്ണെടുത്തു മാറ്റിയതിനെ തുടർന്നാണ് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായതായി പരാതി ഉയർന്നത്. 16-ാം ഖണ്ഡം ടൗണിനോട് ചേർന്ന് താമസിക്കുന്ന വരിക്കപ്ലാക്കൽ ജെസ്സിയുടെ വീടിന്റെ പിൻഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. അയൽവാസി മണ്ണെടുത്തു തുടങ്ങിയപ്പോൾ തന്നെ വീട്ടുകാർ ഉപ്പുതോട് വില്ലേജ് ഓഫീസിലും മറ്റ് റവന്യൂ അധികൃതരെയും വിവരം അറിയിച്ചിരുന്നു. ഇതുപ്രകാരം വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് 2 അടി അകലം പാലിച്ച് മണ്ണെടുക്കുവാൻ അനുമതിയും നൽകി. എന്നാൽ വില്ലേജ് ഓഫീസർ പോയ ശേഷം പല സ്ഥലങ്ങളിലായി കെട്ടിനോട് ചേർന്ന് മണ്ണെടുക്കുകയും കെട്ടിനുള്ളിലേക്ക് വളർന്നു കയറിയ മരത്തിൻ്റെ വേര് JCB ഉപയോഗിച്ച് പറിച്ചു മാറ്റുകയും ചെയ്തു. തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം നിലം പതിച്ചു. ഇത് സംബന്ധിച്ച് വീട്ടുകാർ ഇടുക്കി താലൂക്ക് ഓഫീസിലും ഉപ്പുതോട് വില്ലേജിലും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ ഇന്നലെ പരാതി നൽകി. പരാതി കൊടുത്ത് തിരികെ വീട്ടിലെത്തിയതിനു പിന്നാലെ ഉച്ച കഴിഞ്ഞ് പെയ്ത മഴയിൽ സംരക്ഷണ ഭിത്തിയുടെ ബാക്കി ഭാഗം കൂടി ഇടിഞ്ഞു വീണതായി വീട്ടുടമ ജെസ്സിയുടെ മകൾ പറയുന്നു. ഫെബ്രുവരി 4-ാം തീയതിയാണ് ഇവര് മണ്ണെടുക്കാൻ വന്നത്. മണ്ണെടുക്കാൻ വന്നപ്പോൾ തന്നെ നമ്മൾ വില്ലേജ് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. വില്ലേജ് ഓഫീസർ വന്ന് 2 അടി ഇട്ടിട്ടേ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞ് 2 അടി ഇട്ട്. പക്ഷെ അന്ന് എടുത്തപ്പോൾ തന്നെ ഇവര് ഇതിന്റെ ബാക്ക് വശത്ത് 2 അടി ഇട്ടാതെ തന്നെ മണ്ണെടുത്തത്. 2 അടി ഇല്ലാണ്ട് നമുക്ക് കല്ല് കെട്ടിയേക്കുന്ന അതെല്ലാം തെളിഞ്ഞു കാണാമായിരുന്നു. വില്ലേജ് ഓഫീസിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റ് കൊടുത്തു. വില്ലേജ് ഓഫീസർ വന്ന് നോക്കുകയൊക്കെ ചെയ്തു. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന് ഇത് സ്ഥലം നോക്കിയിട്ട് അവരുമായിട്ട് സംസാരിച്ചു. പക്ഷെ അവര് കെട്ടിത്തരുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു. മഴയുടെ തീവ്രത മൂലം ജില്ലാ ദുരന്ത നിവാരണ സമിതി പാറഖനനം, മണ്ണെടുപ്പ് ഉൾപ്പെടെ പ്രവർത്തികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ദിവസങ്ങളിലാണ് അയൽവാസി നിയമം ലംഘിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണെടുത്തത് എന്നും വീട്ടുകാർ പറയുന്നു. 2018 കാലവർഷത്തിൽ പോലും യാതൊരു ബലക്ഷയവുമില്ലാതെ നിലനിന്ന സംരക്ഷണ ഭിത്തിയാണ് ഇന്നലെ ഇടിഞ്ഞു വീണത്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വീട് നിലം പതിക്കുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.